മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. പഞ്ചരത്ന ഹോട്ടല് എത്ര കാലായിട്ട് ഞാൻ സ്വപ്നം കാണുന്നത്. അതെന്റെ സ്വന്തമാവും. ആ കലാവതിക്കും പഞ്ചരത്നത്തിൽ തന്നെയാ നോട്ടം. നോക്കിയിരിക്കത്തേ ഉള്ളൂ സുമേഷേ. പഞ്ചരത്നം എന്റെ പേരിൽ തീരാധാരം എഴുതുന്നതേ കണ്ടിരിക്കേ ഉള്ളൂ കലാവതി. അത്ര നിസ്സാരമായിട്ട് കാണണ്ട കലാവതിയെ. അങ്ങനെ അങ്ങ് നിസ്സാരമായിട്ട് ഒഴിഞ്ഞു പോവില്ല. എന്തും ചെയ്യാൻ മടിക്കാത്ത സ്ത്രീയാ. ഞാനും മോശക്കാരിയാണെന്നാണോ സുമേഷ് പറയുന്നത്? കലാവതിയെ വിറ്റു തിന്ന കാശ് എന്റെ കയ്യിലുണ്ട്. ഓടുമ്പോഴല്ലേ സുമേഷേ ഒരു മുഴം മുൻപേ അറിയേണ്ടത്. ഓടും മുൻപേ പിടിച്ചു കിട്ടാനൊരു ചങ്ങലയല്ലേ എന്റെ കയ്യിലിരിക്കുന്നത്. അല്ല, മെസ്സേജ് അയച്ച സ്ഥിതിക്ക് നാളെ ചെന്ന് ഒന്ന് കാണണ്ടേ അവരെ? ഇക്കാര്യത്തിന് ഞാൻ അങ്ങോട്ട് ചെന്ന് കാണാനോ? അതിന് കാവതിക്കാക്കകള് മലർന്നു പറക്കുന്ന കാലം വരട്ടെ. മെസ്സേജിന് തിരിച്ചൊരു മെസ്സേജ്, അത് ധാരാളം മതി. മഹി, വോയിസ് മെസ്സേജാ. അമൃതയ്ക്കെതിരെയുള്ള പരാതി പിൻവലിക്കാനൊന്നും പറയരുത്. അത് നടക്കില്ല. അവളെ ഞാൻ കോടതി കയറ്റും. ആന്റിക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വന്നാ മതി. നടക്കാത്ത കാര്യം പറഞ്ഞ് കളയാനേ എനിക്ക് സമയമില്ല. മൂർഖം പാമ്പിനെയാ ഞാൻ പാല് കൊടുത്ത് വളർത്തിയത്. ഇനി ഇവളും എന്റെ ശത്രുപക്ഷത്താവും. അടുത്തവര് തമ്മിൽ അകലുമ്പോഴാ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അമൃതയുടെ പേരിൽ കൊടുത്ത കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ അവളെ വിവാഹം കഴിക്കും? ഞാൻ ഒരുപാട് മോഹിച്ചു പോയതല്ലേ. നിനക്ക് ഈ കല്യാണത്തിന്റെ കാര്യം മാത്രമല്ലേ മനസ്സിലുള്ളൂ. കണക്ക് കൂട്ടലുകൾ തെറ്റുന്നതിന്റെ വിഷമത്തിലാ ഞാൻ. കേസ് പിൻവലിപ്പിക്കാനാ ഞാൻ വിളിച്ചു വരുന്നതെന്ന് അവൾക്ക് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് ഉറപ്പായി ഡോക്യുമെന്റ്സ് എടുത്തത് അവള് തന്നെയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തും ചെയ്യും. എതിരെ ഉയരുന്ന ഏത് കൈയും വെട്ടി അറിയുന്നതാ എന്റെ ശീലം. ഇവിടെ അത് തന്നെ വേണ്ടിവരും. വേണ്ടി വന്ന സഹദേവന്റെ വീട്ടിൽ കയറി അവളെ പിടിച്ചു കെട്ടി കൊണ്ടുവരാൻ ആളെ ഏർപ്പാടാക്കും ഞാൻ. എന്നെ എതിർക്കുന്നത് അവളുടെ നാശത്തിനാ. ആരുടെ നാശമാണെന്ന് നമുക്ക് നാളെ അറിയാം. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അമൃതയെ നാളെ തന്നെ കെട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്റെ നാശമല്ലേ? ഞാൻ അത്രയ്ക്ക് സ്വപ്നം കണ്ടുപോയി. പണ്ടേ നിനക്ക് സ്വത്തിനോടും പണത്തിനോടും ഒക്കെ വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. ഇവളെ കല്യാണം കഴിച്ചപ്പോഴേ അതങ്ങ് ആർത്തിയായിട്ട് മാറുകയും ചെയ്തു. ബെസ്റ്റ്. സാധാരണ അച്ഛന്മാരെ മക്കളെ വഴക്ക് പറയുന്നത് കാശ് ദൂർത്തടിക്കുന്നതിനാ. ഞാനാണെങ്കിലോ കാശ് സമ്പാദിക്കുക. ഇപ്പൊ അതും കുറ്റമായോ? എടാ, നീ അധ്വാനിച്ച് എത്ര കാശ് വേണേലും ഉണ്ടാക്കിക്കോ, പണക്കാരനും ആയിക്കോ. അല്ലാതെ മറ്റുള്ളവരുടെ സ്വത്തുക്കളെ വളഞ്ഞ വഴികൾ സമ്പാദിച്ചല്ല പണക്കാരനാവേണ്ടതേ. അങ്ങനെ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന് ഒരിക്കലും നിലനിൽപ്പ് ഉണ്ടാവത്തില്ല. ഓ, പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. പഞ്ചരത്നം ഞങ്ങളെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നല്ലേ? അതെ, അച്ഛൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്. അതെ, അച്ഛനിപ്പോ പറഞ്ഞാൽ എന്താ തെറ്റ്? തട്ടിയെടുക്കുന്ന എന്തിനാ? ആ പുരയിടത്തില് അച്ഛനും തുല്യ അവകാശമില്ലേ? ആര് പറഞ്ഞു? നിന്റെ അമ്മ പറഞ്ഞെന്നായിരിക്കും അല്ലേ? എടാ, എന്റെ അച്ഛൻ എന്റെ അനിയത്തിയുടെ പേരിൽ എഴുതി വെച്ച സ്വത്താ അത്.
അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ? അതെ, അന്നും ഇന്നും ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. എന്റെ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കണം. അച്ഛൻ എങ്ങനെ വാശി പിടിക്കുന്ന എന്തിനാ? സുമേഷിന് പണ്ടേ താല്പര്യമുള്ളത് ആ സ്ഥലം. പകുതിക്ക് എന്തായാലും അവകാശമുണ്ട്. ബാക്കി പകുതിക്ക് വല്ല മാന്യോട്ടൊരു വിലയും കൊടുക്കാം. അതെ, 50 സെന്റിൽ ഈ പിന്തുടർച്ച അവകാശം പറയുള്ളൂ. ബാക്കി അവര് കഷ്ടപ്പെട്ട കാശുണ്ട് സ്വന്തമായിട്ട് വാങ്ങിച്ചതാ. ആയിക്കോട്ടെ, എന്തായാലും 50 സെന്റിന്റെ പകുതിക്ക് അവകാശം ഉണ്ടല്ലോ. എടാ, ഈ പറയുന്ന 50 സെന്റ് എന്റെ അച്ഛന്റെ സ്വത്തായിരുന്നു. എടാ, ഇതെനിക്ക് വേണ്ട, പിന്നെ നിനക്കൊക്കെ എന്താണ് അധികാര്യം? ദേ, അമൃതയ്ക്ക് വഴക്കിനും കേസിനൊക്കെ പോകുന്നത് ശരിയല്ല കേട്ടോ. അച്ഛാ, ദിവ്യേട്ടത്തിക്ക് ഇപ്പൊ കലാവതിയായിട്ടാ കൂട്ട്. അവരാണ് ദിവ്യേട്ടത്തി ഇങ്ങനെ ആക്കി തീർത്തതും. എന്നെ ആരും ഒരു തരത്തിലും ആക്കി തീർത്തിട്ടില്ല. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനും അത് നടപ്പാക്കാനും എനിക്കറിയാം. ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട. അതെ, ദിവ്യ പറഞ്ഞത് തന്നെയാ എനിക്കും പറയാനുള്ളത്. പഞ്ചരത്നം എനിക്ക് കിട്ടണം. കഷ്ടം. നിക്ക്. എന്താ? ഞങ്ങൾക്കേ ദിവ്യപ്രഭയും സുമേഷിനെ ഒന്ന് കാണണം. എന്താ കാര്യം? കാര്യം നിന്നോട് പറയാനുള്ളതല്ല, അവരുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ളതാ. അതെ, ഇത്തരം ഷോണിക്ക് ഇങ്ങോട്ട് വരണ്ട. പോവാൻ നോക്ക്. മഹേന്ദ്ര, നമ്മൾ വഴക്കിന് വന്നതല്ല. നീ സംസാരിക്കണ്ട. മോനെ, ഞാൻ നിന്റെ ചേട്ടനെയും ചേച്ചിയും കണ്ട് ഒന്ന് സംസാരിച്ചോട്ടെ. വഴക്കിനൊന്നും അല്ല. അല്ലെന്ന് എങ്ങനെ വിശ്വസിക്കും? കൂടെ നിന്നിട്ട് കുതികാലി നോക്കി വെട്ടുന്ന സ്വഭാവം കലാവതിക്കുണ്ട്. എന്താ അംബിക ഇത്? നമ്മൾ തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം എൻഗേജ്മെന്റിന്റെ അന്ന് പറഞ്ഞു തീർത്തതല്ലേ? പിന്നെ എന്നെ ഇങ്ങനെ സംശയിച്ചാലോ? പിള്ളേരോട് എന്താ പറയാനുള്ളതെന്നായി എനിക്കറിയേണ്ടത്. ഒരു കാര്യവും ഇല്ലാതെ കലാവതി ഇങ്ങോട്ട് വരില്ലല്ലോ. ഇല്ല, തക്കതായ കാര്യമുണ്ട്. അത് ഈ മുറ്റത്ത് നിന്ന് പറയണമെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിച്ചാ മതി. ശത്രുവാണെങ്കിലും വീട്ടിലേക്ക് വരുന്നവരെ മുറ്റത്ത് നിർത്തുന്ന സംസ്കാരമല്ല ഞങ്ങൾക്കുള്ളതേ. കയറി വാ. പിന്നെ വരുന്ന വഴക്കിന് അവരൊന്നു മാത്രം. വാ. എന്തായാലും വരവ് നല്ല ഉദ്ദേശത്തോടെ അല്ല. എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് എല്ലാരും അത് ഓർത്താ കൊള്ളാം. വേണ്ടാതീനം വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, അവളുടെ പല്ലടിച്ച് ഞാൻ പറിക്കും. ഇവള് കാരണം എന്റെ സമാധാനം പോയിട്ട് കാലം കുറച്ചായി. വാ, രണ്ടുപേരും ഇരിക്കെ. വേണ്ട സഹദേവ, ഞാൻ ഇരുന്നൊരു സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. ദിവ്യപ്രഭയെ വിളിക്ക്, സുമേഷിനെയും. ഞങ്ങൾ ഇവിടെയുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാലേ പെട്ടെന്ന് പറയണം. ഞാനൊരു വോയിസ് മെസ്സേജ് അയച്ചിരുന്നല്ലോ. അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും ആവശ്യപ്പെടരുത്. നടക്കില്ല. എനിക്കതേ ആവശ്യപ്പെടാനുള്ളൂ. ഒരു വഴക്കുമില്ലാതെ നമുക്ക് കാര്യങ്ങൾ ഒത്തുതീർപ്പിലെത്തിക്കാം. നിന്നെ അമിതമായിട്ട് വിശ്വസിച്ചതാ ഞാൻ. എന്നിട്ടും നീ എന്നെ ചതിച്ചു. അത് ഞാൻ മറക്കാം. എനിക്ക് ആ ഡോക്യുമെന്റ്സ് വേണം. അമൃത ഒപ്പിട്ട രേഖകള്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. എടുത്തു. കള്ളം പറഞ്ഞെന്നെ പറഞ്ഞു വിടാമെന്ന് കരുതണ്ട നീ. സുമേഷേ, നല്ല ഭാഷയിൽ ഞാൻ ചോദിക്കുക, എന്റെ ഡോക്യുമെന്റ്സ് തിരിച്ചു തരാൻ പറയുള്ളോട്.
അവൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അതെ, ഇവളല്ലാതെ വേറെ ആരും എടുക്കില്ല. മര്യാദയ്ക്ക് തിരിച്ചറിഞ്ഞ നല്ലത്. ഞാൻ എടുത്തു. തിരിച്ചു തരാനേ എനിക്ക് മനസ്സില്ല. നീ എന്തു ചെയ്യും? ഡി എന്തിയെന്ന് കാണണോ എനക്ക്? അതൊന്നും വേണ്ട. കയ്യാങ്കളിയൊന്നും ഈ വീട്ടിൽ വെച്ച് വേണ്ട. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് വീടിന് പുറത്ത്. മതിയടാ, എന്തോട് നടക്കുന്നൊക്കെ അതായിരിക്കും മനസ്സാവാത്തെ. സഹദേവ, അമൃത ഒപ്പിട്ട ചില രേഖകള് എന്റെ കൈവശം ഉണ്ടായിരുന്നു. അത് ഇവള് മോഷ്ടിച്ചെടുത്തു. എന്നിട്ട് അത് വെച്ച് പഞ്ചരത്നം പിടിച്ചെടുക്കാൻ നോക്കുക ഇവള്. അമൃതയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുക ഇവള്. വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എന്റെ മഹേന്ദ്രന്റെ പെണ്ണാവള്. അവളെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സ്റ്റേഷനിലെ കേസ് പിൻവലിക്കണം. ഡോക്യുമെന്റ്സ് തിരിച്ചു തരണം. തരില്ല. ഇത് രണ്ടും നടക്കുന്ന കാര്യമല്ല. കൂടുതലൊന്നും എനിക്ക് പറയാനുമില്ല. ദിവ്യപ്രഭേ, കൂട്ടുകൂടി നടക്കുമ്പോഴുള്ള എന്റെ ഒരു മുഖവേ നീ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പേടിപ്പിക്കല്ലേ കലാവതി. അവള് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലേ അതിനെന്തെങ്കിലും ഒരു കാരണം കാണും. നിന്നേക്കാൾ ബുദ്ധിയുണ്ട് ഇവൾക്ക്. ഉള്ളതേ അതിബുദ്ധി അംബികെ. മത്സരിക്കുന്നത് എന്നോടാണെന്നുള്ളൊരു ചിന്ത ഉണ്ടാവുന്നതേ നല്ലതാ. നിന്നോടും കൂടിയാ സുമേഷേ. തീയിൽ ചവിട്ടിയുള്ള തുള്ളൽ വേണ്ടെന്ന് പറഞ്ഞേരെ നിന്റെ ഭാര്യയോട്. നിങ്ങൾ എത്ര തീയിട്ടാലും അത് കെടുത്താൻ ഞങ്ങൾക്കറിയാം. ഇവിടെ നിന്ന് സമയം കളയാതെ പോവാൻ നോക്ക്. ദിവ്യപ്രഭേ, നിന്റെ നാശത്തിനാ നീ എന്നോട് മത്സരിക്കുന്നത്. എനിക്ക് തിരിച്ചുവേ അത് തന്നെ പറയാനുള്ളത്. 10-60 പവൻ നഷ്ടപ്പെട്ടിട്ടും സഹിച്ച് ഞാൻ നിൽക്കുന്നതേ പഞ്ചരത്നം കണ്ടിട്ട് തന്നെ. നശിക്കില്ല കലയാൻറ്റി, ഞാനത് നേടിയെടുക്കും. ഒരിക്കലും നടക്കാത്ത മലർപ്പൊടിക്കാരന്റെ മോഹം അത്. പഞ്ചരത്നത്തിന്റെ പടിക്കെട്ടിൽ പോലും നിന്റെ കാല് തൊടില്ല, തൊടിയിക്കില്ല ഞാൻ. വാടാ. ഇനിയാണ് പടയൊരുക്കം. ദേ, കലാവതി പറഞ്ഞിട്ട് പോയത് കേട്ടിട്ടേ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. കുഴപ്പമാവോ? ഓ, ആവും. സർവത്ര കുഴപ്പമാവും. പഞ്ചരത്നം കൈയടക്കാനുള്ള ഈ നീക്കത്തിന് കൂട്ടുന്ന ആപത്താണ് സുമേഷേട്ടാ. നീ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ആയിക്കോളൂ. ഓ, എന്നാ നോക്കിക്കോ, ഇത് പോലീസ് കേസാവും. കോടതി കയറേണ്ടി വരും നിങ്ങൾ രണ്ടുപേരും. ദേ, ഇതിനൊക്കെ കൂട്ടുന്ന അമ്മയും കയറേണ്ടി വരും. എന്താ അച്ഛാ, ഇതിനെന്തായാലും ഞാൻ കൂട്ടിക്കില്ല. ഈ തെമ്മാടുത്തതിന് കൂട്ടിക്കാൻ എനിക്ക് പറ്റില്ല. നിക്കടാ. എന്തോടെ നടക്കുന്നൊക്കെ? എന്ത് നടക്കാൻ? നിന്നോട് ഞാൻ ചോദിച്ചില്ല. എന്താടാ അമൃത ഒപ്പിട്ട എന്തോ ഡോക്യുമെന്റ് ഇവളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ കലാവതി പോയത്. അവൾ ഒപ്പിട്ട് തന്നതാ. എന്ത് കരാറാണോ ഒപ്പിട്ട് തന്നത്? ആർക്കാ ഒപ്പിട്ട് കൊടുത്തേ? പഞ്ചരത്നത്തിന്റെ ആധാരം പണയപ്പെടുത്തി അമൃത ഇവിടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. 2 കോടി രൂപ. 2 കോടി രൂപയോ? അതെ, 2 കോടി രൂപ ഇവള് കൊടുത്തതാ. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ. ഞാൻ അറിയാതെ എന്റെ പിള്ളേർ ആധാരം പണയം വെക്കത്തില്ല. ഒരു കാശും ആരോടും വാങ്ങത്തുമില്ല. പ്രത്യേകിച്ചും ഇവളോട്. ഡീ, നിന്നെ തല്ലാത്തതേ നീ ഒരു പെണ്ണായി പോയതുകൊണ്ടാ. എന്തെങ്കിലും കള്ളക്കളി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിർത്തിക്കോണം.
പഞ്ചരത്നം മോഹിച്ചുള്ള മനക്കോട്ടകെട്ടല് ഇന്നത്തോടെ നിർത്തിക്കോണം. നിർത്തില്ല അച്ഛാ. ആ ആഭരണങ്ങൾ വരെ നഷ്ടപ്പെട്ടു പോയത് അവരുടെ അലമാരയിൽ ഇരിക്കുക. എനിക്ക് അവകാശപ്പെട്ടത് നഷ്ടപ്പെടുത്തിയത് അവര്. അപ്പൊ അവർക്ക് അവകാശപ്പെട്ടതൊക്കെ എനിക്ക് വേണം. ഞാനത് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. ഇങ്ങനൊരു വാശിയുള്ളത് നല്ലതാ സഹദേവേട്ട. പഞ്ചരത്നം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ പുരയുടെ മുഴുവൻ കലാവധി കൊണ്ടുപോകും. അതെ, കലാവധിക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കിട്ടുന്നതല്ലേ? വക്കാലത്താണെന്നും പറഞ്ഞ അമൃതയെ പറ്റിച്ച ആധാരം എഴുതി വാങ്ങിച്ചത് ആ കലാവധിയാ. ആ രേഖകളാണ് ഞാൻ അവിടുന്ന് എടുത്തോണ്ട് വന്നത്. അതിലെന്താ തെറ്റ്? കലാവധിക്ക് 1 സെന്റ് ഭൂമി പോലും കിട്ടരുത്. പഞ്ചരത്നം നമുക്ക് വേണം. എല്ലാരോടും അമൃത ചതിക്കായിരുന്നല്ലേ? നീ എന്നെ കൂട്ടുന്നില്ല അമ്പിയെ. എനിക്കെന്റെ മക്കളുടെ കൂടെ നിന്നല്ലേ പറ്റൂ. മക്കളെന്ന് പറയണ്ട, ഇവൻ ഈ ഭാര്യയുടെ താഴത്തിന് തുള്ളുന്ന ഈ വിവരം കെട്ടവൻ, ഇവളുടെ ഈ കള്ളത്തരത്തിന് അംബികയെ നീ കൂട്ടുനിന്ന അത് നീ അനുഭവിക്കും. ഞാനുണ്ടാവും അവർക്ക് 5 പേർക്കൊപ്പം. അവര് വഴിയാധാരമായ കൂടെ ഞാനും അങ്ങിറങ്ങും. എന്റെ പിള്ളേരെ ദ്രോഹിക്കുന്ന ബന്ധങ്ങളെല്ലാം ഞാനങ്ങ് ഉപേക്ഷിക്കും. അതും നിന്നെയോടൊക്കും. സഹദേവേട്ട, ഞാൻ എന്തായാലും അമൃതിച്ച് സൂക്ഷിക്കണം. എല്ലാവർക്കും ഈ പഞ്ചരത്ന ഹോട്ടലിലും പുരയിടത്തിലുമാണ് കണ്ണ്. ഇതിന്റെ പേരിലാണ് ദിവ്യേട്ടത്തെയും കലാവധിയുമായി തെറ്റിയത്. 2 പേർക്കും ഈ കണ്ണായ സ്ഥലം വേണം. അതിന് ഞങ്ങൾ കൊടുക്കാതെ ആർക്കും ഇത് വാങ്ങാൻ പറ്റില്ലല്ലോ. അതെ, ഇത് ഞങ്ങളുടെ മാത്രം സ്വത്താ. ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് തന്ന സമ്പാദ്യം. ഇത് കണ്ട് ആരും മോഹിക്കണ്ട. അവിടെയാണ് ദിവ്യേട്ടത്തിന്റെ കുനിഷ്ഠ ബുദ്ധി പ്രവർത്തിക്കുന്നത്. ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയതും കേസ് കൊടുത്തൊക്കെ ഈ സ്ഥലമൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയാ. നമ്മൾ ശരിക്കും കലാവധിയേക്കാളും പേടിക്കേണ്ടത് ദിവ്യേട്ടത്തെയാ. ഞാനും അച്ഛനൊക്കെ ഉപദേശിച്ചും ശാസ്ത്രം പറഞ്ഞു നോക്കി, അനുസരിക്കില്ല. എന്തൊക്കെയോ ആ ഡോക്യുമെന്റ്സിൽ ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. ചേച്ചി, എത്രയും പെട്ടെന്ന് ആ രേഖകളൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങിക്കണം. തിരിച്ചു വാങ്ങിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു, അല്ലേ ആരാധ്യ? അതെ, ദിവ്യപ്രഭ എന്ത് പ്ലാനിട്ടാലും അത് പൊളിച്ചടുക്കി കൊടുക്കും നമ്മള്. എന്തു വന്നാലും അതൊക്കെ നേരിടാൻ കണക്കാക്കിയ ചെറുപ്പം മുതലേ ഞാൻ ജീവിച്ചത്. ഇതും നോക്കാം. ചേച്ചി, എനിക്കിതിലൊക്കെ ഇടപെടുന്നതിലൊരു പരിധിയുണ്ട്. പല കാര്യങ്ങളും എന്നെ അച്ഛനെ അറിയിക്കാതെ രഹസ്യമായിട്ട് വയ്ക്കുന്ന ദിവ്യേട്ടത്തി. മാമിക്ക് എല്ലാം അറിയാല്ലേ? ആകാശ് പറയണ്ട, ഒക്കെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എല്ലാരും കൂടി എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഈശ്വരൻ എന്നെ കൈവിടില്ല. ആ വിശ്വാസം എനിക്കുണ്ട്. കരുതിയിരിക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. അയ്യോ പോവല്ലേ, ഞാനും കൂടി വരുന്നു. അല്ല, നീ എങ്ങോട്ടാ? അത് പിന്നെ എങ്ങോട്ടുമില്ല മൃതേച്ചി. എന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് ടൗണിലൂടെ ഒരു റൈഡ്, അത് കഴിഞ്ഞൊരു കോഫി അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം. അതിപ്പോ ഒരു പതിവായിരിക്കാ വെക്ക്. ആയിക്കോ, കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് നാട്ടുകാർക്കറിയാം. ആ ഒരു ബോധ്യം ഉണ്ടായാൽ മതി. കലയമ്മ ഇതുവരെ വിളിച്ചില്ലല്ലോ ആതിര. വിളിക്കേണ്ടതായിരുന്നല്ലോ. ആ മണ്ടൻ അമൃതിച്ചെ കല്യാണം കഴിക്കാൻ തയ്യാറായി നിൽക്കുമല്ലേ? അപ്പൊ തീർച്ചയായും വിളിക്കേണ്ടതാ. ഇനി നമ്മൾ പറഞ്ഞത് മുഴുവനായും വിശ്വസിച്ചില്ലെങ്കിലോ? അങ്ങനെ വരാൻ വഴിയില്ല. സംസാരിച്ചത് വെച്ച് നോക്കിയാ വിശ്വസിച്ച മട്ട് തന്നെയാ.
ഇനി അമൃതേച്ചി എങ്ങാനും വിളിച്ചിട്ടുണ്ടാവോ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി? ഇല്ല ആതിര, അതറിയാൻ ഞാൻ അമൃതേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമൃതേച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ല. ദിവ്യപ്രഭയും കലയമ്മയും തമ്മില് വഴക്കായെന്നല്ലേ അകച്ചേട്ടൻ പറഞ്ഞത്? അത് ചിലപ്പോ ഈ കാര്യത്തിന്റെ പേരിലാണെങ്കിലോ? ഇത്തരം സംശയങ്ങളൊക്കെ നീ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതാ. സത്യത്തില് പോലീസ് ട്രെയിനിന് പോവേണ്ടത് നീയായിരുന്നു. ട്രെയിനിങ് ഒന്നും വേണ്ട, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാമാന്യ ബുദ്ധി മതി. നമ്മുടെ പ്ലാനിംഗ് പോലെ കലാവതിയെ ട്രാപ്പ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ സകല കാര്യങ്ങളും സോൾവ് ആയേനെ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.